വിശുദ്ധ ബാബാ തിരുമേനി, അഭിവന്യ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട കോറോപ്പിസ്കോപ്പമാർ, റംബാച്ചന്മാർ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, സഭയുടെ മാറാനായ പെരുന്നാളുകളിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ പൗരോഹിത്യ ശുശ്രൂഷ നിർവടിയായി നിർവഹിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഈ സന്യാസാശ്രമത്തിൻ്റെ അംഗങ്ങളായിരുന്ന 3 പിതാക്കന്മാരുടെ ഓർമ്മ ദിവസവും കൂടി നാം ആചരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം വായിച്ച വേദഭാഗം എവങ്കേലിയായിട്ട് വായിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തു ഉയർന്ന ഒരു മലയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി രൂപാന്തരപ്പെട്ടു, മറുരൂപപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മറുരൂപ പെരുന്നാൾ എന്ന് നാം ഇതിനെ വിളിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ട്രാൻസ്ഫിഗറേഷൻ എന്നും ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഒരേ പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം, അതാണ് രൂപാന്തരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതായ സംഗതി. എന്തിനാണ് കർത്താവ് ഈ രൂപാന്തരം നമുക്ക് മുമ്പാകെ കാണിച്ചത്? യേശുക്രിസ്തുവിൻ്റെ രക്ഷണ പ്രവർത്തനങ്ങളിലെല്ലാം ഉൾക്കൊള്ളുന്നതായ സംഭവങ്ങളും തൻ്റെ ഉപദേശങ്ങൾക്കുമെല്ലാം വളരെയധികം ആഴമായ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വ്യക്തമായ സന്ദേശങ്ങൾ നൽകുന്നവയുമാണ് അവ എന്ന് നമുക്കറിയാം. രൂപാന്തരം എന്ന വാക്കിൻ്റെ തന്നെ ഉൾക്കൊള്ളുന്നതായ 3 കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രൂപാന്തരം സംഭവിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് പരിപൂർണമായ ഒരു തിരസ്കരണം ഉണ്ടാവണം. എ ടോട്ടൽ റിനൻസിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിലും കൊരിന്തി ലേഖനത്തിലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരാശയമാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന രൂപാന്തരം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക എന്ന് പറയുമ്പോൾ പാപപങ്കിലമായിരിക്കുന്ന ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ഒരാഹ്വാനമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് സ്നാനമേൽക്കുന്നത് കർത്താവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേൽക്കാനായിട്ടാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു തന്നെ പറയുന്നു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്ന അനുഭവം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്ന ആ പരിപൂർണമായ ത്യാഗം അല്ലെങ്കിൽ ത്യജിക്കൽ വിശുദ്ധ മാമോദീസായിലൂടെ നാം ഏറ്റെടുക്കുകയാണ്. നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ദ ലൈഫ് ഓഫ് മോസസ് എന്ന് പറയുന്ന മോശയുടെ ജീവിതം എന്നുള്ള ഒരു ആത്മീയ വ്യാഖ്യാന പുസ്തകത്തിലെ
ഇസ്രായേൽക്കാർ ചെങ്കടൽ കടന്ന് അക്കരയ്ക്ക് കയറുമ്പോൾ ഫറവോനും കൂട്ടരുമെല്ലാം വന്ന് ചെങ്കടൽ മുഴുവനായി മുങ്ങിപ്പോകുന്നതിനെ ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്രയിൽ പാപത്തെ മുഴുവനായി അനുതാപത്തോടുകൂടി വിശുദ്ധ കുമ്പസാരത്തിൽ കൂടി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കലായി മാമോദീസായി നമുക്ക് ലഭിച്ച ആ രൂപാന്തരം ദൈനംദിന ജീവിതത്തിലും അത് തുടരുവാൻ, ആ ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം തുടരുവാനായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്നതാണ് വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശ. അത് ഒരിക്കലായി സമ്പാദിക്കുന്ന രൂപാന്തരം കാറ്റും പിശകും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും അതിൽ പാളിച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അവിടെ ആ രൂപാന്തര പ്രക്രിയയിൽ തന്നെ തുടർന്നു പോകുവാൻ സഭ നമ്മെ സഹായിക്കുന്ന മാർഗമാണ് വിശുദ്ധ കുമ്പസാരം. അതെങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ പറയുന്നു? പരിപൂർണമായിരിക്കണമെന്നുള്ളതാണ്. കരയിലേക്ക് കെട്ടിയിട്ടിരിക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടിൻ്റെ എല്ലാ ചരടുകളും അഴിച്ചുവിട്ടാലും യാത്ര തുടങ്ങണമെങ്കിൽ ഏതെങ്കിലും ചരട് അഴിച്ചുവിടാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ യാത്ര നടക്കുകയില്ല. പല ചരടുകളും അഴിച്ചുവിട്ടാലും അത് കരയുമായി ബന്ധിച്ചിരിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് യാത്ര നടക്കുകയില്ല. ഇതാണ് പരിപൂർണമായ തിരസ്കരണം എന്ന് പറയുന്നത്. നമ്മെ ബന്ധിക്കുന്നതായ രൂപാന്തര പ്രക്രിയയ്ക്ക് നമുക്ക് തടസ്സം വരുന്നതായ ഏതെല്ലാം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അവയെല്ലാം ഒന്നുപോലും ശേഷിക്കാതെ ഉപേക്ഷിക്കുന്നതായ അനുഭവമാണ് രൂപാന്തരത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പരാതിയില്ലാത്ത ഒരു സഹനത്തിൽ കൂടി മാത്രമേ ഈ രൂപാന്തരം നമുക്ക് നടക്കുകയുള്ളൂ. എന്തും ലോകത്തിൽ വരുന്നത് സഹിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നമ്മെ വഴി നടത്തുന്നു. മുമ്പേ പറഞ്ഞതുപോലെ ബോട്ട് യാത്ര ചെയ്യുന്നതായ സമയത്ത് കാറ്റും പിശറുമൊക്കെ വന്നിരുന്നാലും അത് ആടി ഉലഞ്ഞാലും അതിൽ ആ സഹനത്തിൽ കൂടി മാത്രമേ ബോട്ടിന് മുന്നോട്ട് പോകാനായിട്ടൊക്കെയുള്ളൂ. പക്ഷെ അവിടെയെല്ലാം അത് സഹിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധനായ പൗലോസ്ലീഹ തീത്തോസിനെ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന വാക്യമാണ്. ലോകത്തിൽ നമ്മുടെ രൂപാന്തര പ്രക്രിയയിൽ നാം സഹിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നാണ്. പൗലോസ്ലീഹായുടെ ആഴമായ ബോധ്യമാണ് ലോകത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന സംസ്കരണത്തിൻ്റെ പാത, സഹനത്തിൻ്റെ പാത, കഷ്ടതകളുടെ ദുഃഖങ്ങളെല്ലാം പാത
ദൈവകൃപയിൽ ദൈവം നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നതാകുന്നു എന്നുള്ളത് നമ്മുടെ കഷ്ടതകൾക്ക് നമുക്കൊരു കൂടുതൽ സഹനശക്തി തരുന്നതാണ്. ദൈവത്തിൻ്റെ കൃപയാണ് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോശുവയുടെ കാലം കഴിഞ്ഞ് ദൈവത്തെ മറന്ന ജാതിയെ ദൈവം ഓരോരോ കനാന്യ രാജാക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന് തന്നെയാണ് ഇവിടെ വാക്യം എഴുതിയത്. അങ്ങനെ അവരൊക്കെ രക്ഷ നൽകുന്നതിന് വേണ്ടി ഓരോ ന്യായാധിപന്മാർ എഴുന്നേൽക്കുന്നു. ആ ന്യായാധിപന്മാരുടെ കാലത്ത് കുറച്ച് നാൾ അവർക്ക് സ്വസ്ഥതയുണ്ട്, അവർ പറയുന്ന പോലെ കേട്ടുപോകുന്നു. വീണ്ടും അവർ ബാൽവിഗ്രഹങ്ങളെയും മറ്റുള്ളതിനെയുമൊക്കെ സേവിച്ച് യഹോവയെ മറന്നു കഴിയുമ്പോൾ യഹോവ വീണ്ടും അവരെ 50 വർഷം 80 വർഷം 20 വർഷമൊക്കെ ഓരോ കനാന്യ രാജാക്കന്മാരെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. തൻ്റെ ജനത്തെ ദൈവകൃപയിൽ ശിക്ഷിച്ചു വളർത്തുന്നത് കനാൻ നാട്ടിലെ യഹോവയെ അറിഞ്ഞ് ജീവിക്കുന്നതിനും അവർ ദൈവത്തിൻ്റെ ജനമായി രൂപാന്തരപ്പെടുന്നതിനുമുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹാ ഇവിടെ അതേ ആശയം തന്നെ പറഞ്ഞ് ദൈവകൃപയിലുള്ള ശിക്ഷണത്തിൽ കൂടി ദൈവം നമ്മെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രൂപാന്തര പ്രക്രിയയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ആ കടന്നു പോകേണ്ടതായ ഒരു അനുഭവമാണ് സഹനം എന്നുള്ളത്. അത് പരാതിയില്ലാതെ അത് സഹിക്കുവാൻ കഴിയുന്നത് ദൈവകൃപ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടിൽ പറയുന്ന ഒരു ഭാഗം, പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് എന്നാണ്. നീ കഷ്ടതയിലും ദുഃഖത്തിലും പ്രയാസത്തിലും കൂടെ കടന്നു പോകുമ്പോഴും നീ ഓർക്കേണ്ടത് പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവകൃപ നിന്നെ കരുതുന്നുണ്ട്, നിന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും ദൈവം അറിയാതെയല്ല ഈ കഷ്ടതകളിൽ കൂടി നിന്നെ അളക്കേണ്ടത്, ഇതെല്ലാം നിൻ്റെ രൂപാന്തരത്തിനുള്ളതാണ് എന്നും മനസ്സിലാക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഈ രൂപാന്തര പ്രക്രിയയിൽ പ്രതീക്ഷ കൈവിടാത്ത കഠിനാധ്വാനമാണ് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ശുഭാപ്തി വിശ്വാസം ദൈവസന്നിധിയിൽ എത്തുന്ന രൂപാന്തര പ്രക്രിയയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തുന്ന ആ ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുക. പരിശുദ്ധനായ പൗലോസ്ലീഹാ 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി മുടഞ്ഞു വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതി ആ ദിവസം എനിക്ക് തരും, എനിക്ക് മാത്രമല്ല അവനിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ എന്ന് പറയുമ്പോൾ എത്ര ആഴമായ ഉറപ്പുള്ളതായ പ്രതീക്ഷ കൈവിടാതെയുള്ള ഒരു വിശ്വാസമാണ് അവിടെ പറയുന്നത്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇതെല്ലാം തൻ്റെ ആ കഠിനാധ്വാനം മുഴുവൻ ചെയ്തതും ഈ പ്രതീക്ഷയിലാണ്, ഈ പ്രത്യാശയിലാണ്. അതിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്കും മാതൃകയാകാനുള്ളത്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹാ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ അനിന്യമായി കാത്തുകൊള്ളുവാൻ.
നമുക്കൊരു പ്രതീക്ഷയുള്ളത് അതാണ്. ലോകത്തിലെ കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും അതീതമായി നാം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് കഠിനാധ്വാനത്തോടുകൂടെ ജീവിക്കുന്നെങ്കിൽ, സ്ഥിര പരിശ്രമത്തോട് ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ദേഹവും ആത്മാവും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത്തിൽ അനിന്യമായി വെളിപ്പെടുമെന്നുള്ളതാണ്. രൂപാന്തരത്തിൻ്റെ 3 ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായ 3 പിതാക്കന്മാരും മലങ്കര സഭയുടെ 3 കാലഘട്ടങ്ങളിൽ വളരെ നിർണായകമായിരിക്കുന്ന അവരുടെ ദൗത്യം നിർവഹിച്ചവരാണ്. ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ദേവോദോസ്യൂസ് തിരുമേനി, അതുപോലെ അത്താനാസ്യൂസ് തിരുമേനിയും പക്കോമ്യൂസ് തിരുമേനിയും അവർ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള രൂപാന്തര പ്രക്രിയയിൽ നല്ല പോർപൊരുതി ഓട്ടങ്ങൾ തികച്ച് വിശ്വാസം കാത്തവരാണ്. ശരീരത്തിൽ ഇരുന്നിടത്തോളം കാലം ദൈവത്തെ അവരുടെ സുഹൃതങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തി. ഇനി ശരീരം വിട്ട് നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പൂജ നടത്തുന്ന, പ്രാർത്ഥന നടത്തുന്ന, ദൈവസന്നിധിയിൽ രൂപാന്തരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അടുത്തു വരുന്ന ആ പിതാക്കന്മാർ നമുക്ക് മാർഗദർശനമാണ്. അവരുടെ രൂപാന്തര പ്രക്രിയ നമ്മുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാകുവാൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുന്ന അനുഭവം വിശുദ്ധ കുമ്പസാരക്രമത്തിലൂടെ തുടർന്നു പോകുവാൻ, അതോടൊപ്പം തന്നെ ദൈവകൃപയിൽ നമ്മെ ദൈവം ശിക്ഷിച്ചു വളർത്തുന്നു എന്നുള്ള ബോധ്യത്തിൽ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുവാൻ നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം പരിപൂർണമായിരിക്കുന്ന തേജസ്സിൻ്റെ വാടാത്ത കിരീടം നമുക്ക് തരും എന്നുള്ള വിശ്വാസത്തിൽ കൂടി ദൈവസന്നിധിയിൽ ജീവിക്കാം. ദൈവം നമ്മെ അതിനനുഗ്രഹിക്കട്ടെ.